ഇപ്പോഴത്തെ ചൂട് കാരണം വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വൈകുന്നേരമായപ്പോൾ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഒന്ന് ബീച്ചിൽ പോയാലോ എന്ന് കരുതി. സ്ഥിരം കോവളമാണ് പോകുന്നത്. ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് കരുതി നേരെ പോയത് ശംഖുമുഖം ബീച്ചിലോട്ട്. അസ്തമയമൊക്കെ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ കണ്ടു. അങ്ങനെ ശംഖുമുഖം ബീച്ചിലെത്തിയപ്പോൾ പ്രധാനമായി ആകർഷിച്ചത് ഇവിടുത്തെ ഈ ക്ഷേത്രം തന്നെയാണ്, ശംഖുമുഖം ദേവി ക്ഷേത്രം. അലങ്കാര ചിത്രപ്പണികൾ ചെയ്ത ഈ ഗോപുരം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റുകളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഏകദേശം 500 മീറ്ററോളം നീളത്തിൽ ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു ചുറ്റുമതിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ശംഖുമുഖം ദേവി ക്ഷേത്രം. മുഖമണ്ഡപം തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി കൂട്ടുന്നത്. ഞങ്ങൾ ബീച്ചിലോട്ട് വന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ ഒരു മുഖമണ്ഡപം കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിനുള്ളിലെ കാഴ്ചകളൊന്നും ഇപ്പോൾ കയറിയെടുക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഭംഗി ഒന്ന് കാണുവാൻ വേണ്ടി ഞങ്ങൾ രാത്രിയാകുന്നത് വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. രാത്രിയായപ്പോൾ ഈ ഗോപുരത്തിൻ്റെ ലൈറ്റൊക്കെ പ്രകാശിച്ച് ദേവിയുടെ ശില്പം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇത് കാണുവാൻ വേണ്ടി ഒത്തിരി പേരാണ് ആ ഗോപുരത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിയത്. മുമ്പത്തെ ബീച്ച് പോലെയല്ല ഇപ്പോഴത്തെ ശംഖുമുഖം ബീച്ച്. കുഞ്ഞുമക്കൾക്ക് എൻജോയ് ചെയ്യാൻ ഗെയിം സോണും ഉണ്ട്. ഈസ്റ്റർ ആയതുകൊണ്ടായിരിക്കാം ബീച്ചിൽ വന്നപ്പോൾ കാല് കുത്താൻ ഇടമില്ലാത്ത തിരക്കായിരുന്നു. പ്രത്യേകിച്ചും ഈസ്റ്റർ ദിനമായതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് അനുഭവപ്പെട്ടത്. പലരും ചൂട് കാരണം ഒന്ന് കാറ്റുകൊള്ളുവാൻ വേണ്ടി ബീച്ചിൽ വന്നിരുന്നവരായിരുന്നു മിക്കവരും. ചോദിച്ചവർ പലരും പറഞ്ഞു വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണെന്ന്. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയാൽ പോക്കറ്റ് കാലിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള ഗെയിംസ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോഴ്സ് റൈഡ്, ട്രെയിന്, ജീപ്പ്, അങ്ങനെയുള്ള കുറേ റൈഡുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എൻജോയ് ചെയ്യാം. അങ്ങനെ ഇന്നലെ ശംഖുമുഖം ഒരു കളർഫുൾ ആയിരുന്നു കേട്ടോ. ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ശംഖുമുഖം ബീച്ച്. അങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി ബീച്ചിൽ പോയപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. ഫാമിലിയായിട്ട് വന്നവരാണ് കൂടുതൽ പേരും. ഈ തിക്കും തിരക്കുമൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായി. ഇതിനിടയിൽ നിത്യച്ചിലവിനായി വരുമാനം കണ്ടെത്താനുള്ള മാർഗത്തിലാണ് കുറേ സാധാരണപ്പെട്ട മനുഷ്യർ. അവർക്കും ജീവിക്കണ്ടേ. ചിലർക്ക് ഇത് അവരുടെ ഉപജീവന മാർഗമായിരിക്കാം. അങ്ങനെ ഇന്നത്തെ ഒരു സായാഹ്നം ശംഖുമുഖത്തിൽ അങ്ങ് പോയി.